നേരത്തെ പേര് വിളിച്ചിട്ട് വന്നില്ല. അമിതമ്മ മൊമാലിക്ക അജ്മലിൻ്റെ ഒന്ന് മേടിക്കും. നിങ്ങൾ മേടിച്ചോളി, നിങ്ങൾ മേടിച്ചോ. നമ്മുടെ തറവാട്ടിൽ ഡോക്ടറാണ്, ഇപ്പോൾ അമല ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ് ഡോക്ടർ അജ്മൽ. അല്ല, അവനക്ക് വേണ്ടിയിട്ട് മൊമാലിക്ക് വിളിക്കുന്നു. ആശംസകൾ പറയുന്നതിന് വേണ്ടി ആലിക്ക ഈ പ്രോഗ്രാമിന് ആശംസ അറിയിക്കുന്നു. ആദരം ക്ഷണിക്കുന്നു. അജ്മൽ നിങ്ങൾക്കല്ല. ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളെ പ്രസിഡന്റ് പറഞ്ഞ മാതിരി ഈ മഹലിൽ ഒരു കുടുംബ സംഗമം ഉണ്ടാക്കിയത് ആദ്യമായിട്ട് പുതിയ വീട്ടുകാരാണ്. അതുകൊണ്ട് ധാരാളം മെച്ചങ്ങൾ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്കും സ്ത്രീകൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഉണ്ടായി. ഇൻഷാ അല്ലാഹ് ഈ കുടുംബ സംഗമം നമുക്ക് ഓരോ വർഷം തുടർച്ചയായിട്ട് കൊണ്ടുപോകണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹം. നമ്മുടെ കുടുംബങ്ങളിലെ പുരോഗതി എല്ലാവർക്കും എത്തിക്കുക എന്നാണ് അതിൻ്റെ ലക്ഷ്യം. ഇവിടെ വന്നിട്ടുള്ള ഇപ്പം ചിറക്കപ്പാലം കേട് വന്നിട്ട് പോലും ഇവിടെ വരാൻ ബുദ്ധിമുട്ടി വന്ന എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും. ഇനിയൊരു പ്രത്യേക ആദരവാണ്. നമ്മളുടെ എല്ലാവർക്കും പ്രിയങ്കരനായതും ഈ പരിപാടിയുടെ ഒരു തുടക്കം കുറിച്ചതും 2 ആഴ്ച കൊണ്ട് ഈ പരിപാടി വളരെയധികം ഊഷ്മളമായി നടത്താൻ ഈ പരിപാടി സംഘടിപ്പിക്കാനും സംബന്ധിച്ചതും ഈ വ്യക്തിയെ കൊണ്ടാണ്. ഇതിനേക്കാൾ ഉപരി നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു അഭിമാനം കൂടിയാണ്. വളരെ മതനിഷ്ഠമായ പരിപാടിയിലൂടെയും സ്വാതന്ത്ര്യം സിറ്റി എന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ എല്ലാമായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ബഷീർ അഷ്റഫി എന്ന ബഷീർ പാപ്പയെ ആദരിക്കുന്ന ചടങ്ങാണ്. അത് ആദരിക്കുന്നതിനായി ആലിക്കാനെയും നമ്മുടെ അമീദ് മാമാനെയും ക്ഷണിച്ചുകൊള്ളുന്നു. സിനാൻ്റെ ഫൗസി A+, ഫുൾ A+ എഴുതിയ നമ്മുടെ തറവാട്ടിലെ ബീരാം ബാപ്പാടെ പേരക്കുട്ടി സിനാൻ ഷാജി ഫൗസിയെ ആശംസകൾ പറയുന്നുണ്ട്. കുഞ്ഞിത്താനെ ക്ഷണിച്ചിരുന്നു. കുഞ്ഞിത്താടെ നസിജ ഈ പരിപാടിയുടെ സ്വാസംഘത്തിൽ വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച നമ്മുടെ കുഞ്ഞിത്ത എന്ന് നമ്മൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന നസീജ നമ്മളെ ഈ വാർഡ് മെമ്പറാണ്. ഈ പരിപാടിക്ക് ആശംസകൾ അറിയിക്കുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞനിയത്തിമാരെ, അനിയന്മാരെ, അസ്സലാമു അലൈക്കും. നമുക്കറിയാം, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. അപ്പം നമ്മളെല്ലാവരും ഇന്ന് നമ്മുടെ പുതിയ വീട്ടിൽ തറവാടിൻ്റെ
ഒരു ആദ്യ ഒത്തുചേരലിനായിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്കിനിയും ഇതുപോലെ തന്നെ എല്ലാ വർഷവും നമ്മുടെ കാരണവന്മാരെയൊക്കെ സ്മരിച്ചുകൊണ്ട് അവരുടെ സ്നേഹത്തിൽ ലയിച്ചുകൊണ്ട് മുന്നേറാനായിട്ട് കഴിയണം. അതിനായി നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. ഇവിടെ ഇന്ന് എത്തിച്ചേർന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഇവിടെ ഇനി ഉച്ചയ്ക്ക് ശേഷം കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള എല്ലാ കുഞ്ഞുമക്കൾക്കും വലിയവർക്കും എല്ലാവർക്കും ആശംസകൾ നേരുന്നു.